ഹലോ ഗൈസ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും പുതിയൊരു ഗെയിമായിട്ട് വന്നിരിക്കുകയാണ്. ലാസ്റ്റായിട്ട് കളിച്ച് നിർത്തിയത് ഗോസ്റ്റ് ഓഫ് സുഷീമയായിരുന്നു. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ബട്ട് വീഡിയോസ് എല്ലാം ഫുൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ കളിക്കാൻ പോകുന്നത് കാണുന്നുണ്ടാവും GTA 5 ആ. കാരണം നെക്സ്റ്റ് ഇയറിൽ എന്തായാലും GTA 6 വരുന്നുണ്ട്. സോ GTA 5 കളിച്ച് തീർത്താൽ അതൊരു കണ്ടിന്യൂവേഷൻ പോലെ ഫീൽ വരും തോന്നി. ഞാനിതിനു മുമ്പ് GTA PS5 കളിച്ചിട്ടില്ല. GTA വൈസ് സിറ്റി കളിച്ചിട്ടുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. ഇതിപ്പം GTA 5 ഞാൻ കളിച്ചിട്ടില്ല. സോ സ്റ്റോറി വൈസ് എനിക്ക് ഒരു ഐഡിയ ഇല്ല അങ്ങനെ കാര്യങ്ങളെന്നൊക്കെ. സോ ഞാനൊരു ബിഗിനറാണ് ഈ ഗെയിമിൽ. സോ ഗെയിം ഓൾറെഡി ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഓപ്പൺ വേൾഡ് ഗെയിമാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. മെയിനായിട്ട് ഈ ഗെയിം റിവോൾവ് ചെയ്യുന്ന 3 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ്. ഒന്ന് മൈക്കിൾ, എനിക്കൊന്ന് മൈക്കിളാണെന്ന് തോന്നുന്നു മെയിൻ ക്യാരക്ടർ. പിന്നെ മൈക്കിൾ, പിന്നെ ഫ്രാങ്ക്ലിൻ, ട്രെവർ, ഇങ്ങനെ 3 പേരെ വെച്ചിട്ടാണ് ഗെയിം മുന്നോട്ട് പോകുന്നത്. മൈക്കിൾ ഒരു പഴയ റോബറായിരുന്നു. മീൻസ് ഇങ്ങനെ ബാങ്ക് റോബറിയും ഹൈസ്റ്റും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പുള്ളി ഈ മറ്റേ ഗവൺമെൻറ്റിൻ്റെ FBI അങ്ങനെ എന്തോ ഗവൺമെൻറ് ഏജൻസിയുമായിട്ട് സീക്രട്ട് ഡീലൊക്കെ ചെയ്തിട്ട് ഒരു ഹൈസ്റ്റിനകത്ത് ചത്തു പോകുന്നതായിട്ട് ആക്ടിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളിപ്പോൾ കാണുന്ന പോലെ. അങ്ങനെ പുള്ളി അതിനുശേഷം ഒരു ക്വയറ്റ് ലൈഫായിട്ട് ഇങ്ങനെ ജീവിക്കും. അപ്പോൾ പുള്ളിയുടെ ആ ഒരു ഫീൽഡിലുള്ള ബാക്കിയുള്ളവരൊക്കെ വിചാരിച്ചേക്കുന്നത് പുള്ളി മരിച്ചു പോയെന്നാണ്. പക്ഷേ പുള്ളി സീക്രട്ടായിട്ടൊരു ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ലൈഫ് ഇച്ചിരി അലമ്പാണ്. ലൈക്ക് പുള്ളിയുടെ വൈഫും 2 മക്കളുണ്ട്. പുള്ളിയുടെ ലൈഫ് ഇച്ചിരി മിസറബിളാണ്. ഇനി അടുത്ത് നമ്മുടെ അടുത്ത ആൾ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ. അവൻ ചെറിയ കാറ് മോഷണവും അങ്ങനത്തെ ഒരു ഏർപ്പാടുമൊക്കെ ആയിട്ട് അറിയപ്പെടണം, കുറച്ച് സ്റ്റാറ്റസ് ഉണ്ടോ, അങ്ങനെയൊക്കെ ഒരു മെൻറ്റാലിറ്റി നടക്കുന്നൊരു ചെറുപ്പക്കാരനും. പിന്നെ ഫൈനലി ട്രെവർ നമ്മുടെ മൈക്കിളിൻ്റെ ഒരു ഫ്രണ്ടാണ്. പഴയ ഹൈസിനൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. മൈക്കിൾ മരിച്ചു പോയെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇത്ര നാളും. പക്ഷേ പുള്ളി ഇനിയും ഗെയിം മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ. അവർ 3 പേരും ഒന്നിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഈ 3 പേരെ വെച്ചാണ് ഈ ഗെയിം പോകുന്നതെന്നാണ്. സോ നമുക്ക് എങ്ങനെ ഈ ഗെയിം നോക്കാം. എന്തായാലും അതിൻ്റെ വിഷ്വൽസും ഗെയിമും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനി എൻജോയ് ചെയ്തോ. നമ്മൾ GTA സ്റ്റോറിയാണ് കളിക്കുന്നത്, ഓൺലൈൻ അല്ല കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി കുറച്ച് മിഷൻസൊക്കെ, എനിക്ക് ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു. സോ ഞാൻ കുറച്ച് മിഷൻസ് വളരെ ചെറിയ മിഷൻസൊക്കെ ആയിരുന്നു. സോ സ്റ്റോറി മെയിനായിട്ട് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ മൈക്കിൾ. ഞാൻ ഓൾറെഡി കുറച്ച് മിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തതും മൈക്കിളിൻ്റെ വീടാണ്. പുള്ളി സീക്രട്ടായിട്ട് ഒരു ലൈഫ് സ്റ്റാർട്ടായി. ഒരു വൈഫും 2 പിള്ളേർ ഭയങ്കര കഴപ്പെടുത്ത പിള്ളേരാണ് 2 പേര്. അതേപോലെ പറഞ്ഞാൽ കേൾക്കാത്ത ടീംസ്. അപ്പം ഇതേപോലെ പുള്ളി ഇവിടെ സെറ്റിൽഡായി. പക്ഷേ പുള്ളി ഒരു ബോറിങ് ലൈഫാണ് പുള്ളി ഇപ്പോൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പുള്ളി ഒരു ചെറിയ പ്രശ്നത്തിൽ പെട്ടു. അതേപോലെ ഞാൻ പറഞ്ഞ ക്യാരക്ടർ ഫ്രാങ്ക്ലിൻ പുള്ളിയുമായിട്ട് ഈ നമ്മുടെ മൈക്കിളുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ഇതേപോലെ ഒരു കാറ് മോഷണം അങ്ങനെ പരിപാടിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മൈക്കിളുമായിട്ട് കണ്ടുമുട്ടേണ്ടി വന്നു. അങ്ങനെ അവർ 2 പേരും ഫ്രണ്ട്സായി. ഇനിയും മൈക്കിൾ ആക്ച്വലി ഒരു ഇഷ്യൂവിൽ പെട്ടിട്ടുണ്ട്. മൈക്കിളിൻ്റെ വൈഫിനെ എനിക്ക് തോന്നുന്നു ഹോഴ്സ് റൈഡിങ് ഇൻസ്ട്രക്ടറാണോ അതോ വേറെ എന്തെങ്കിലും ഇൻസ്ട്രക്ടറാണോ എന്നറിയില്ല. പുള്ളിക്കാരനുമായിട്ട് ചെറിയ ഒരു അഫെയർ പോലെ പരിപാടി നമ്മുടെ മൈക്കിളിന് സംശയം തോന്നി. പുള്ളി ചേസ് ചെയ്തിട്ട്
ഈ ഇൻസ്ട്രക്ടറിൻ്റെ വീട് നശിപ്പിക്കും. അതൊരു ക്ലിഫിലുണ്ടായിരുന്നൊരു വീട് നശിപ്പിക്കും. പിന്നാണ് അറിയുന്നത് അത് ആക്ച്വലി ഇൻസ്ട്രക്ടറിൻ്റെ വീടല്ലായിരുന്നു, വലിയൊരു മാഫിയ തലവൻ്റെ വീടായിരുന്നെന്ന്. അങ്ങനെ നമ്മുടെ മൈക്കിൾ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. പുള്ളിക്കാരന് കുറച്ച് ഫണ്ട് കൊടുക്കണം, ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഇപ്പം പെട്ടെന്ന് അങ്ങനെ, പുള്ളി അത്യാവശ്യം നല്ല ലൈഫാണ്, പക്ഷേ പുള്ളിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടാക്കി കൊടുക്കാനൊരു വഴിയില്ല. സോ പുള്ളിയുടെ പഴയ കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ പൊടി തട്ടിയെടുത്ത് ഇനിയും ഒരേ ഹൈസ്റ്റും ഉടായ്പകളൊക്കെ ചെയ്തിട്ട് വേണം ഫണ്ട് ഉണ്ടാക്കാൻ, ഏത് ആ മാഫിയ തലവിന് കൊടുക്കാൻ. സോ ലെറ്റ് സ്റ്റാർട്ട് ദ ഗെയിം. ഇതൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്? സ്വന്തം വീട്ടിൽ കുനിഞ്ഞിരിക്കുന്ന. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാരക്ടേഴ്സിനൊക്കെ ഒന്ന് കാണിക്കാം. കാരണം ഇത് അവൻ്റെ ഓക്കെ, ഇത് അവൻ്റെ ഭാര്യ കേട്ടോ. ഓക്കെ, നമുക്കപ്പം പുറത്തിറങ്ങാം. ചങ്ങായി നമ്മുടെ മൈക്കിളിൻ്റെ ഗാർഡനറാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്തെങ്കിലും ഹൈസ്റ്റും പരിപാടിയും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഇനിയും ഫണ്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സോ ലെറ്റ്സ് ഗോ. എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് മൈൻഡ് ചെയ്യണ്ട, എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് അത്ര പോരാ. അതുപോലെ ഇതിനകത്തെ കൺട്രോൾസ് എല്ലാം എനിക്കറിയില്ല കേട്ടോ. ചെറിയ ചില കാര്യങ്ങളൊന്നും എനിക്ക് വലിയ വശമില്ല. നമ്മൾ നമ്മുടെ ഒരു ഓൾഡ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ്. പുള്ളി വഴി വേണം നമുക്കിനി ഒരു മിഷൻസ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതെന്നാന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഒരാളുടെ അടുത്ത് വരെ പോവാ. എന്തോന്നല്ലേ പുറകിൽ നിന്ന് ഫുള്ള് തെറി പറച്ചിലാണല്ലോ. എന്താണ്ടാ എന്നെ പിടിച്ച് പുറത്തൊക്കെ ഇറക്കുന്നടാ. അത് കൊള്ളാമല്ലോ. അത്രേ ഉള്ളൂ, നമ്മളെ ഇടിക്കുന്നോ? ചവിട്ടാൻ പറ്റിയില്ല. ആക്ച്വലി മൈക്കിൾ കുറച്ച് പ്രായമുള്ള ആളാണ്. സോ അവൻ അധികം നേരം ഒന്നും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മറ്റൊന്നുമല്ല, കുറച്ച് ഏജ്ഡ് അല്ലേ. നീ പോലീസ് വരുമോ? ഓ പോലീസ്. അയ്യോ ആൾ വരും, പോലീസ് വരും. നമുക്ക് പോവാം. പോലീസ് വരുന്നുണ്ട്. ആക്ച്വലി അവിടെ റെഡ് ബ്ലിങ്ക് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പോലീസ് വരുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആവാം. അവൻ വെറുതെ വന്നിട്ട് എന്നെ ഇടിക്കുമായിരുന്നു കേട്ടോ. മൈക്കിൾ പിന്നെ പഴയ കില്ലാടിയായിരുന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. സോറി മാൻ, പിന്നെ പോലീസ് വണ്ടി വരുന്നു. എനിക്കറിയില്ല ഫോളോ ചെയ്യുമെന്നൊക്കെ. ഓക്കെ ഫോളോ ചെയ്യുന്നില്ല, സീനില്ല.
ഓ ഷിറ്റ്, അയ്യോ ജസ്റ്റ് മിസ്. എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ പോലീസ്. ഇതൊരു ലോങ് റൈഡാണല്ലോ. ആക്ച്വലി എന്നെ തപ്പിയാണോ പോലീസ് വരുന്നത്? എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. അയ്യോ 2 സ്റ്റാർ, ശരിയാണല്ലോ. ഇതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ, പണ്ട് വൈസിറ്റി കളിച്ച ഓർമ്മയാണ്. എന്നെയാണ് ഇപ്പോൾ ഈ പോലീസ് കിടന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ മൂഞ്ചി. അയ്യോ പെട്ട്. എനിക്ക് വേണ്ടി ഫുൾ സ്ഥലത്ത് വല വിരിച്ചു കഴിഞ്ഞു ഗൈസ്. പോലീസ് എന്നെ പൊക്കും കൺഫേം. ആണ്ട പോന്നു. അയ്യോ അതിന് മുമ്പ് എനിക്ക് എസ്കേപ്പ് ആണ്. വട്ടമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. ഓക്കെ, എന്നെ പോലീസ് വിട്ടു കേട്ടോ, പൊക്കില്ല എന്നെ. അപ്പം 2-3 പേരെ ഇടിച്ചാൽ ഒരു 2 സ്റ്റാറൊക്കെ കിട്ടും. ഞാൻ വേറെ ക്രൈമൊന്നും ചെയ്തില്ല. സ്റ്റിൽ പോലീസ് ഞാനങ്ങനെ ഇടയ്ക്ക് വെച്ച് എനിക്ക് വഴി തെറ്റി. അപ്പുറത്തെ നെയ്ബർഹുഡാണെന്ന് തോന്നാം നമ്മൾ പോകണ്ട. ഓ നമ്മൾ ഇടിച്ചപ്പോൾ അവിടുത്തെ ബിൽഡിങ് പൊട്ടിയുണ്ടാവും. ഗ്രാഫിക്സൊക്കെ അത്യാവശ്യം കൊള്ളാം കേട്ടോ. ഓക്കെ നമ്മളെത്തി. ഇവിടെ എവിടെയാണ് സ്ഥലം? എനിക്കൊന്ന് വീടാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ ഇവിടെ ആണ്. ഓക്കെ നമുക്ക് അകത്ത് കയറാം. തോടടാ. ഓക്കെ 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 എനിക്കൊന്ന് പുള്ളിക്കാരൻ നമ്മുടെ ടെക് സപ്പോർട്ടാന്ന് തോന്നുന്നു കേട്ടോ. പഴയ പുള്ളിക്കാരൻ ഇപ്പോൾ വീൽ ചെയറിലൊക്കെയാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഒരു മെയിൻ ടീം വല്ലതും ആയിരിക്കണം. ഓ പുള്ളി കുറച്ച് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പിന് ചോദിച്ചു വന്ന മീൻസ് എന്തെങ്കിലും മിഷൻസ് ഒക്കെ കിട്ടുമെങ്കിൽ നമുക്കത് ഓടിച്ചു വിടാം എന്തായാലും. അത് ജസ്റ്റ് ഓക്കെ എന്തോ മിഷൻ തന്നിട്ടുണ്ട്, നോക്കട്ടെ. ഗോ ടു ദ സബർബൻ സ്റ്റോർ ഇൻ വൈൻവുഡ്. ഓക്കെ നമുക്കെന്തായാലും പോയി നോക്കാം. വണ്ടി എവിടാ? ഓക്കെ അതുപോലെ ഡ്രൈവിംഗ് സ്കിൽ വളരെ മോശമാണ്. ഞാൻ റോങ് സൈഡിലൂടെ ഒക്കെ ഓവർടേക്ക് ചെയ്യും.
ഏതാണ് വഴി അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ഒരു ഹാർഡ് ലെഫ്റ്റ് വരുന്നുണ്ട്. ഓ ഷിറ്റ്, വണ്ടി ഇടിച്ച്. ഹയാബൂസ അല്ലേ പോകുന്നത്? അല്ല, വേറെ വണ്ടിയാണ്. തെറ്റിച്ച്. ഒന്നും കാണുന്നില്ല. ഒന്നുകൂടി ഇടിക്കേണ്ടി വരും എവിടെയെങ്കിലും പോയി. ഓ ഓക്കെ ആയി. എൻ്റെ മോനെ, സോറി മക്കളെ. എൻ്റെ മോനെ സീൻ. കുഴപ്പമില്ല, എനിക്കൊന്ന് ഈ വണ്ടി നശിച്ചാലും കുറച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് റെഡി ആവുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. എനിക്ക് വലിയ ഐഡിയ ഇല്ല, നോക്കാം നമുക്ക് എന്തായാലും. ഞാൻ ഇരുമ്പ് കളിച്ചപ്പോഴത്തേക്ക് വണ്ടി തരിപ്പണമാക്കി വെച്ചിട്ട് അത് പിന്നെയും ഓക്കെ ആയിരുന്നു. സോ ലെറ്റ്സ് സീ എനിവേസ്. മാക്സിമം ത്രോട്ടിൽ കൊടുത്ത് വിടുക എന്തായാലും. എൻ്റെ മോനെ, ജസ്റ്റ് ബൈക്കാരനെ പിടിച്ചില്ല. കൺട്രോൾസൊക്കെ അത്യാവശ്യം സ്മൂത്താണ് കേട്ടോ. ഓക്കെ, നമ്മളെത്തി. എവിടെ നിന്നാണ്ട്? ഇവിടെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനത്തേതാ സ്റ്റോറ്? സബർബൻ. ഓക്കെ, ഇവിടെയാണ് വരാൻ പറഞ്ഞത്. അതിന് വല്ല പരിപാടി ഉണ്ടോ? ഓ ഷിറ്റ്, ചമ്മി. നമുക്കപ്പം ഒരു ടെക് സപ്പോർട്ട് കമ്പനിയിൽ എന്തോ ഒരു പരിപാടിക്ക് പോകണം, എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി വേണ്ട രീതിയിലുള്ള ഡ്രസ്സ് എടുക്കണം, അതാണെന്ന് തോന്നുന്നു. പിന്നെ എങ്ങനെയാണ് ഡ്രസ്സ് എടുക്കുന്നത്? ഓക്കെ, ഇങ്ങനെയാണോ? എനിക്ക് ഇഷ്ടമുള്ള കളർ ആക്ച്വലി ബ്ലൂ ആണ്, പക്ഷേ പുള്ളിക്കാരന് ബ്ലൂ ചേരുന്നില്ല. സോ ഇത് പോട്ടെ. ഓക്കെ, നമുക്ക് വേറെ എങ്ങോട്ട് പോകണം ഇപ്പം. എനിക്കൊന്ന് ആ ടെക് സപ്പോർട്ട് കമ്പനിയിലേക്കാണെന്ന് തോന്നുന്നു പോകേണ്ട. ഓ ലെസ്റ്ററോ? The prototype is somewhere in the Life Invader office. Find it and fit it with the device in your bag. Why wouldn't they if you look the part? Hang around till someone opens the door and act entitled. നമുക്ക് ട്രാഫിക്കൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ടെക് സപ്പോർട്ട് കമ്പനി ഇപ്പോൾ അവിടെ എന്തോ ഒരു പ്രോട്ടോടൈപ്പ് സാധനം ഇരിപ്പുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അതെടുത്ത് നമ്മുടെ ബാഗിലുള്ള എന്തോ സാധനമായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്വാപ്പ് ചെയ്യുക. ഇതാണ് സംഭവം. നമുക്കെന്തായാലും ചെയ്ത് നോക്കാം, എന്തോന്നറിയില്ല. വേറെ വണ്ടി. ഓ ഷിറ്റ്, വണ്ടി ഓടിച്ച് പഠിക്കണം. തെറി വിളിക്കുന്നുണ്ട് കേട്ടോ പുറകിൽ നിന്ന്. എൻ്റെ മോനെ, ജസ്റ്റ്
കയ്യിൽ നിന്ന് പോയാനിപ്പോൾ. Go to the rear entrance. ഓക്കെ, ഇതാണെന്ന് തോന്നുന്നു കേട്ടോ റെയർ എൻട്രൻസ്. ചാടി കയറാൻ പറ്റുമോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളെങ്ങനെ അകത്ത് കയറിയിട്ടുണ്ട്. അത് ഞാൻ ഓടിച്ചിട്ട് എന്തായാലും. സ്പീഡിൽ നടക്കാൻ പറ്റൂല. ഷടാ, തെങ്ങോടെ ഇനി പോകുന്നത്. ഇത് IT കമ്പനിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഫുള്ള് കണ്ടോ ഓരോ സ്ലോഗൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ലൈഫ് ഇൻവേഡർ കഫേയോ? ഓക്കെ. എന്തോ ടാസ്ക്. അപ്പം മൈക്കിളിന് IT ഒക്കെ അറിയോ? ഇതെന്താണ് സംഭവം? ഓക്കെ 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 ഓക്കെ. പുള്ളിയുടെ ഇതിനകത്ത് മുഴുവൻ ക്ലിക്ക് ബേറ്റ്സ് വന്ന് കിടക്കുക. ഇത് ശരിയാക്കാനാണോ വിളിച്ചത്? ഇത് ഇങ്ങനെ ചെയ്താൽ പോരെ? എനിക്കൊന്ന് പുള്ളിയുള്ള IT ഫീൽഡിൽ ഇരുന്ന് പണിയെടുക്കുന്ന സമയത്തുള്ള തുണ്ടെല്ലാം കൂടെ കണ്ടിട്ട് പുള്ളിയുടെ ക്ലിക്ക് ബേറ്റ്സ് വന്ന് കിടക്കാണ്. ആ ക്ലിക്ക് ബേറ്റ്സ് ഒഴിവാക്കാനാണ്. ഇതെന്താ കളഞ്ഞിട്ട് പിന്നെ വരും കേട്ടോ. അത്യാവശ്യം സ്പീഡിൽ കളഞ്ഞാലേ പറ്റത്തുള്ളൂ അല്ലേ? ഓക്കെ. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ റൺ ചെയ്യാനോ? ക്ലോസ്. ഇത് കളയാൻ പറ്റുമോ? ഓക്കെ. അപ്പോൾ കമ്പ്യൂട്ടർ സ്കാൻ ചെയ്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് അവർ നമ്മൾ ആക്ച്വലി അതിന് ചെന്നൊന്നുമല്ല. നമ്മൾ അകത്ത് കയറാൻ വേണ്ടി ഒരു ഉഡായിപ്പായിട്ട് കയറിയതാണെന്ന് തോന്നുന്നു, സാധനം അടിച്ചു മാറ്റാൻ വേണ്ടി. ഓക്കെ, ഇതാണ് ഓഫീസ്. ഇതവരുടെ സെർവർ റൂമാണ്. എന്താണിത്? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് അടിച്ചു മാറ്റാനാണ് നമ്മളിപ്പോൾ ഇവിടെ ചെന്നത്. അതെന്തായാലും നമ്മൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. എടുത്ത് സ്വാപ്പ് ചെയ്തു. ബാഗ് എടുക്കണ്ടേ? എനിക്ക് എന്ത് കാണിക്കണേ? ഇനി അങ്ങോട്ട് നടക്കണമല്ലോ. സ്പീഡിൽ ഓടാനും പറ്റൂല. അതിനുള്ളൊരു ഓപ്ഷൻ തരണം അല്ലേ? ഓക്കെ, നമ്മളങ്ങനെ പുറത്തെത്തി ഫൈനലി. ഇനി എന്താ ചെയ്യണ്ടേ? എൻ്റെ വണ്ടി എവിടാണ്? വണ്ടി ആക്ച്വലി ഇവിടെ പുറത്ത് കിടപ്പുണ്ടാവണമല്ലോ. Yeah, sorry, the phone is rigged. What's your problem? You don't like shooters? They're all the same. Besides, you know me. I'm a movie guy. Classic Vinewood ended 30 years ago. Now it's just superheroes, romantic comedies, and remakes, none of which interest me. Hey, I believe this country can still make interesting movies. There's no better way to define an American life than a 2-hour plot in which the hero looks good and defeats evil. Whatever you say, enjoy yesterday. Anyway, just call the device after he's unveiled it, and then we'll talk. ഓക്കെ, നമ്മൾ ഇനി എവിടെ പോകേണ്ടത്? കാറ് റിപ്പയർ ആയിട്ടൊന്നുമില്ല, സ്ക്രാച്ചൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഓ, പിന്നെയും ചാമ്പിയിട്ടുണ്ട്.
ഇതെങ്ങോട്ടാ പോകണ്ടേ? ലോങ് റൈഡ് അല്ല, ഇത് അടുത്താണ്, അധികം ദൂരമില്ല. ഓ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് തോന്നുന്നു കേട്ടോ. ഓക്കെ ഓക്കെ, ഇത് നമ്മുടെ വീട് ഉള്ള സ്ഥലം തന്നെയല്ലേ? അതെ അതെ, ഇതാണ് മൈക്കിളിൻ്റെ വീട് കേട്ടോ. അങ്ങോട്ടാണ് ഈ പോകേണ്ടത്. ഓക്കെ ഓക്കെ, ടി വി റൂമിലേക്കാണ് തോന്നുന്നു കേട്ടോ. നമുക്ക് ചാനൽ ചേഞ്ച് ചെയ്യുക. ചാനൽ ചേഞ്ച് ചെയ്ത് അതെങ്ങനെയാണ് ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നത്? ഓക്കെ ഓക്കെ, ഇതിനകത്ത് എന്തോ സംഭവം നടക്കാണ്ടിരിക്കുക കേട്ടോ. എന്തോ സംഭവം മനസ്സിലാവുന്നില്ല കേട്ടോ. എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന്. ഷിറ്റ്, മിഷൻ ഫെയിലായി. ഞാൻ എന്തോ സംഭവം ചെയ്തില്ല, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒയ്യോ, ഫോൺ പൊട്ടിത്തെറിപ്പിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. റീട്രൈ ചെയ്ത് നോക്കാവേ. ഓക്കെ, ചാനൽ ചേഞ്ച് ചെയ്യാനിത്. ഓക്കെ, നമുക്ക് നോക്കാം. വെയിറ്റ് ഫോർ ജെയിൻ ഫുൾ പ്രൊട്ടക്ട് ഫ്രോം ദെൻ ഗിവിംഗ് എ കോൾ. ജെയിൻ റിസോർട്ട്.
പുള്ളി എങ്ങനെ പുള്ളി കോൾ ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ജെ നോറിസ്. ഓക്കെ അപ്പോൾ നമ്മൾ സ്വാപ്പ് ചെയ്ത് വെച്ച ഫോൺ അത് ഉഡായിപ്പ് ഫോണാണ്. അതിനകത്ത് നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കുന്നു തോന്നുന്നു കേട്ടോ. എന്തോ കയ്യൊക്കെ കാണിക്കണം. പക്ഷേ എന്നാടാ കോൾ ചെയ്യണ്ടേ? നമ്മളവനെ കൊന്നു ഗൈസ്, നമ്മളവനെ കൊന്നു. പക്ഷേ ഓക്കെ, നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. I don't have to. I'm watching the markets. I'll be trading pure alpha till close. All right. Hey, about that other thing. You know the score. Oh, yeah, absolutely. Let's do it. Put on a suit, look somewhat professional, and meet me at my warehouse off the LS freeway. And I'm about to email you a link for the exchange. You can put in some trades of your own. I'm trying to stay off the day trading. But maybe I'll take a look. ഓക്കെ, നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. സൂട്ട്, ഫുൾ സൂട്ട്. ഓക്കെ, എനിക്കെന്തായാലും ഒരു സ്വെറ്റേഴ്സ് ഒന്നുമില്ല, ചെക്കനായിക്ക് പൈസ ഇല്ലെന്ന് തോന്നുന്നു എൻ്റെ. നമുക്ക് എന്തായാലും തൽക്കാലം ഒരു ജോൺ വിക്ക് സ്റ്റൈൽ പിടിക്കാം, ഫുൾ സൂട്ട് ഇടാം. ഓ, അത് മാത്രമല്ല ഗ്ലാസ് വെക്കാമല്ലോ, ഇരുന്നോട്ടല്ലേ. സ്ട്രീറ്റ് ഷെയ്ഡ്സോ എന്തൊക്കെയുള്ള വേണ്ട, സ്പോട്ട് ഷെയ്ഡ്സ് എന്തൊക്കെയുള്ള, ഗ്ലാസസ് എന്തൊക്കെയുള്ള ഒന്നുമില്ല, സ്ട്രീറ്റ് ഷെയ്ഡ്സ് മാത്രമേ ഉള്ളൂ. നമുക്കിത് വെച്ചേക്കാൻ ഒരു ലുക്ക് ഇരിക്കട്ടെ. ഓക്കെ, അത് മതി. നമുക്കപ്പോൾ ഈ ലുക്കിൽ കറങ്ങാം. ഇപ്പോൾ ഒരു മാഫിയ ലുക്കുണ്ട്. ഞാൻ ആദ്യമേ വിചാരിച്ചു ഈ ഗെയിം നമ്മളെ ഹുക്ക് ചെയ്തിരുത്താനുള്ള എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടാവുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കൊന്ന് മിഷൻസ് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, ഞാൻ ഈ ഗോസ്റ്റ് ഓഫ് സുഷിമ പോലുള്ള കുറച്ച് ഗെയിംസ് കളിച്ചിട്ടേ എനിക്ക് ഒരു ഡൗട്ട് അടിച്ചാൽ ഇത് നമുക്ക് എങ്ങനെ ഇഷ്ടപ്പെടുമോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലതാണ്, കൊള്ളാം. നമുക്കപ്പം എന്താണ് ചെയ്യേണ്ടത്? എവിടെ പോകണമല്ലോ. ഇത് നമ്മുടെ മൈക്കിളിൻ്റെ, നമ്മുടെ ക്യാരക്ടറിൻ്റെ വൈഫിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു. നമുക്ക് തൽക്കാലം ഫ്രാങ്ക്ലിനെ പോയി കാണണോ അതോ ലെസ്റ്ററിൻ്റെ അടുത്ത് പോകണോ? നമുക്ക് ഫ്രാങ്ക്ലിനെ പോയി കാണാം അല്ലേ, ഫ്രാങ്ക്ലിൻ അടുത്തുണ്ട്. സോ ഈ വണ്ടിക്ക് അത്ര കൺട്രോൾ പോരാ കേട്ടോ, നല്ല കുറച്ച് കൺട്രോൾ ചെയ്യാൻ പാടാണ് വണ്ടി. നല്ല സ്കിഡ് അടിക്കുകയാണ്. ചേട്ടാ, ഞാൻ അടുത്താന്ന് വിചാരിച്ചിട്ടാണ് ഫ്രാങ്ക്ലിനെ പോകാൻ ഉദ്ദേശിച്ചത്. അപ്പം ഫ്രാങ്ക്ലിൻ ദൂരെയാണെന്ന് തോന്നുന്നല്ലോ. ഫ്രാങ്ക്ലിൻ
ലെസ്റ്ററിനെക്കാട്ടി ദൂരെ ഇരിക്കാൻ തോന്നല്ലോ. എനിക്ക് ഈ വണ്ടി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, കാണാനുള്ള ലുക്ക്. ഓ, ഇത് മൈക്കിളിൻ്റെ പെണ്ണുമ്പിള്ളയുടെ വണ്ടിയാണ്. എനിക്കൊന്ന് സ്ക്രാച്ച് ആക്കിയാൽ അവർ പള്ളിയായിരിക്കും തോന്നുന്നു. പിന്നെ റെഡിയാക്കാനൊക്കെ പറ്റും, നമുക്ക് വർക്ക്ഷോപ്പിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഇടിച്ച കേട്ടാ, ആ കുഴപ്പമില്ല. ഇത് നമ്മൾ നേരത്തെ വന്ന സ്ഥലം തന്നെ അല്ലേ? ഓക്കെ, നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ നെയ്ബർഹുഡിലേക്ക് വന്നിട്ടുണ്ട്. ഓ, കാറിനും നമ്മുടെ ഡ്രസ്സിനും തമ്മിൽ ഒരു മാച്ചില്ല. അയ്യോ, ഓക്കെ, നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രാങ്ക്ലിൻ്റെ വീട്. ഫ്രാങ്ക്ലിൻ ഒരു പാവപ്പെട്ട ചെറുക്കനാണ്. റിട്ടേൺ ആസ് ഫ്രാങ്ക്ലിൻ ടു സ്റ്റാർട്ട് ദിസ് മിഷൻ. ഓക്കെ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഫ്രാങ്ക്ലിനായിട്ട് വന്നിട്ട് മിഷൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഫ്രാങ്ക്ലിൻ ആവണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതേപോലെ ക്യാരക്ടർ സ്വിച്ച് ചെയ്യണമെന്ന് തോന്നുന്നു. ക്യാരക്ടർ സ്വിച്ച് ചെയ്യാൻ എങ്ങനെയായിരുന്നു ക്യാരക്ടർ സ്വിച്ച് ചെയ്യേണ്ടത്? അയ്യോ, അറിയാതെ എവിടെ വെച്ചാൽ എല്ലാവരും പേടിക്കുന്നു. സോറി. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ ക്യാരക്ടർ സ്വിച്ച് ചെയ്യേണ്ടല്ലേ? എങ്ങടാ? എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, നമ്മൾ ക്യാരക്ടർ സ്വിച്ച് ചെയ്ത് ഫ്രാങ്ക്ലിനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയാൽ മാത്രമേ ഇവനെന്ത് ചെയ്യാണ് ഇവിടെ? ഓക്കെ, മൈക്കിള് നമുക്കൊരു വണ്ടി എടുക്കണം, എന്നാലേ തിരിച്ച് അവിടെ എത്താൻ പറ്റുള്ളൂ. വണ്ടി കിടപ്പുണ്ട്. ഇത് ലാൻസറാണോ? ലാൻസർ ലുക്കൊക്കെ ഉണ്ട്. വേറെ വണ്ടിയാണല്ലോ. ഓ, കൊള്ളാം കേട്ടോ. ഒച്ചപ്പാടാണല്ലോ ഈ വണ്ടി. നമുക്ക് മറ്റേ വണ്ടി എടുക്കാം. ഇത് മാസറാറ്റിയാണോ? പോലീസ്. പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ കാറ് മോട്ടിക്കാനൊന്നും പറ്റൂലേ? ഓ ഷിറ്റ്, ഈ കാറ് പക്ക പവർഫുൾ ആണ് കേട്ടോ. ഓ ഷിറ്റ്,
വണ്ടി കൊള്ളാം. അധികം കഴപ്പ് കാണിക്കണ്ട. അയ്യോ ഞാനല്ലേ തെറിച്ചു പോയത്. പെട്ടെന്ന് വണ്ടിയിൽ പോലീസുണ്ട് പറഞ്ഞു. എന്തോ പറ്റിയതാണ്. അതങ്ങ് ഇടിച്ച് ഞാൻ ഫ്രണ്ടിൽ കൂടെ തെറിച്ചു പോയോ. എന്തോ അടി ഗെയിം റെക്കോർഡ് ചെയ്യുമായിരുന്നു, ഞാൻ നശിപ്പിച്ചു. നീ എന്ത് പറ്റി? ഇല്ല നീ പറയാ എവിടെ കഴിക്കാൻ കയറിയേ? ഞാൻ കഴിച്ചടി, ഞാൻ പഴങ്കഞ്ഞി കഴിച്ചായിരുന്നു. അതെൻ്റെ ഇഷ്ടമല്ല, അതൊക്കെ ഞാൻ നോക്കിയോളാം. ശരി എന്നാൽ.